നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഒരു അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. ഇതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. @കോഴിക്കോട് 340 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സ് അതായത് സ്റ്റിയറിംഗ് വീൽ ചേഞ്ച്, ഫോൾഡബിൾ ഇൻഡിക്കേറ്റേഴ്സ്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്, റിയർ AC വെൻ്റ്, ഫെൻഡർ ടു മിറർ ഇൻഡിക്കേറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ വാറണ്ടി പോകുമോ? ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ? ഷുവറായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ വാറണ്ടി നഷ്ടപ്പെടുമെന്ന് ഞാനിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതായത് ഒന്നാമത്തെ കാര്യം, സ്റ്റിയറിംഗ് വീല് ചേഞ്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേ വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻറ്റ്, അതായത് ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു LX ഒരു ബേസ് മോഡൽ വാഹനമാണ്, ആ ബേസ് മോഡൽ മാറ്റി ടോപ്പ് വേരിയൻ്റ് ആക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും ബേസ് മോഡലിൽ വരുന്ന കപ്ലേഴ്സിന് ടോപ്പ് വേരിയൻറ്റുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനകത്ത് 2-3 പിന്നിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. ആ പിന്ന് കൃത്യമായിട്ടുള്ള രീതിക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്റ്റിയറിംഗ് വീല് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, കുഴപ്പമില്ല. പക്ഷേ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്റ്റിയറിംഗ് വീൽ ഇടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതേ കമ്പനിയുടെ തന്നെ സെയിം, അതായത് മോഡലിൻ്റെ തന്നെ സെയിം ടോപ്പ് വേരിയൻ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ എയർ ബാഗ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഫോൾഡബിൾ ഇൻഡിക്കേറ്റർ, എനിക്ക് തോന്നുന്നു ഫോൾഡബിൾ മിറർ ആണെന്ന് തോന്നുന്നു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോൾഡബിൾ മിറർ ചെയ്യാൻ സാധിക്കും. അതിലും ഞാൻ ഈ പറഞ്ഞതുപോലെ 3 വയറിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ആ വയറിൻ്റെ കപ്ലർ എല്ലാം സെയിം ആണ് വരുന്നത്. അതിലോട്ട് കൊടുക്കേണ്ട പിന്നും വയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ഫോൾഡബിൾ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഫോൾഡബിൾ ഇൻഡിക്കേറ്റർ ആണ് ചോദിച്ചിട്ട് ഫോൾഡബിൾ മിറർ സെറ്റ് ചെയ്യാൻ സാധിക്കും. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു രീതിക്കും വാറണ്ടി കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം സീറ്റ് ഹൈറ്റിൻ്റെ അതേ സെയിം കമ്പനിയാണ്. ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ മാരുതി ബലേനോ അല്ലെങ്കിൽ ഒരു ഫ്രോങ്സ് അല്ലെങ്കിൽ ഹുണ്ടായുടെ ഏതെങ്കിലും ഒരു വാഹനം, ഈ വാഹനത്തിൻ്റെയൊക്കെ അതേ വേരിയൻറ്റിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴത്തെ ഫ്രെയിം മാത്രം മേടിച്ച് നിങ്ങളുടെ വാഹനത്തിൻ്റെ സീറ്റിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു കാരണവശാലും വാറണ്ടിക്ക് പ്രോബ്ലം വരുന്നതല്ല. റിയർ AC വെൻ്റ് അതും പ്രശ്നമില്ല. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ തന്നെ കിറ്റ് മേടിക്കാൻ കിട്ടും. താഴെ കൂടെ പോകുന്ന പൈപ്പും കൺസോളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. അത് തന്നെ മേടിച്ച് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് അത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു വാറണ്ടി ഇഷ്യൂവും വരുന്നതല്ല. ഫെൻഡർ ടു ഇൻഡിക്കേറ്റർ ചേഞ്ച്, അതായത് ഫെൻഡറെ വരുന്ന ഇൻഡിക്കേറ്റർ മാറ്റിയിട്ട് നമ്മുടെ മിറേഴ്സിലോട്ട് കൊടുക്കുക, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതും പ്രശ്നമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫോൾഡബിൾ മിറർ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ അതും ചെയ്യാൻ സാധിക്കും. അന്നേരം വേണമെങ്കിൽ ഫെൻഡർ മാറണമെങ്കിൽ മാറാം. അല്ലെങ്കിൽ ആ ഹോളിൻ്റെ അവിടെ, അതായത് ഇൻഡിക്കേറ്റർ ഇരുന്ന ഹോളിൻ്റെ അവിടെ എന്തെങ്കിലും സ്റ്റിക്കറോ കാര്യങ്ങളോ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം തീരും. അതും വാറണ്ടിയെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളും വാറണ്ടിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ അല്ല. ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും.